നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ് നിങ്ങളുടെ കരിയറിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും കരിയർ ഉള്ളത് ഒരു അഭിമാനമാണ്. നമുക്കൊരു ജോലിയുണ്ട്, നമുക്ക് സമ്പാദ്യമുണ്ട്, ശമ്പളമുണ്ട്. ഇതൊക്കെ എല്ലാവർക്കും, ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും അതൊരു അഭിമാനമാണ്, അല്ലേ? അപ്പോൾ നിങ്ങളുടെ കരിയറിൽ ഇപ്പോൾ എന്താ നടക്കുന്നതാണ് ഞാൻ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ കരിയറിൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് നിങ്ങളുടെ കരിയറിൽ ഒരു ജൂലൈ മാസത്തിൽ എന്താണ് വരാൻ പോകുന്നത്, ജൂലൈ 2024 എന്താണ് വരാൻ പോകുന്നത്, പിന്നെ ഒരു ഗൈഡൻസും. അപ്പം നമ്മൾ സാധാരണ പോലെ ഓറക്കൽ മെസ്സേജിൽ നിന്നാണ് തുടങ്ങുക. അതിന് മുമ്പ് കളേഴ്സാണ് ബ്ലാക്ക്, റെഡ്, യെല്ലോ. ഈ 3 കളറാണ് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതിലേത് കളർ വേണമെങ്കിലും സെലക്ട് ചെയ്യാം കേട്ടോ. കളറ് വെച്ച് സെലക്ട് ചെയ്യുന്നത് ഓപ്ഷൻ ഓരോ എന്താ പറയുക 3 റീഡിങ്. അപ്പോൾ കളർ വെച്ച് സെലക്ട് ചെയ്യണത് കൺഫ്യൂഷൻ ഉണ്ടാവുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ ഞാൻ ഒരാൾക്ക് വേണ്ടിയിട്ടല്ല, ഒരു ഗ്രൂപ്പിന് വേണ്ടിയിട്ടല്ല. ഇത് 3 പേര് 3 കളർ സെലക്ട്, 3 ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ ഇതാണ്. അപ്പോൾ നമുക്ക് ഒരു ഇംഗ്ലീഷ് റീഡിങ്സ് പോലെ ഒരു സോഡിയാക് സൈൻ വെച്ച് റീഡ് ചെയ്യാൻ പറ്റില്ല, മനസ്സിലായി? നമ്മളിവിടെ സോഡിയാക് സൈൻ ഫോളോ ചെയ്യുന്നില്ല. അപ്പോൾ ഇത് കളേഴ്സ് ചൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഓപ്ഷൻസ് കൂടുതലുണ്ട്, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ചിലർക്ക് കൺഫ്യൂഷൻ ആവുന്നുണ്ടെന്ന് പറയുന്നത് മീൻസ് കുറച്ച് കഴിയുമ്പോൾ അത് യൂസ് ടു ആയിക്കോളും കേട്ടോ. അത് മാറ്റാൻ പറ്റില്ല. 2-3 പേർക്ക് വേണ്ടി കുറേ പേര് ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ മാറ്റാൻ പറ്റില്ല, സോറി കേട്ടോ. അപ്പോൾ ബ്ലാക്ക് സെലക്ട്, ബ്ലാക്കും റെഡും യെല്ലോ ആണ് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഞാൻ ബ്ലാക്ക് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള റീഡിങ്ങിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ഓറക്കൽ മെസ്സേജ് കരിയറാണ്. നിങ്ങളുടെ കരിയറിൻ്റെ ഓറക്കൽ മെസ്സേജ് എന്താണ്? നിങ്ങളുടെ കരിയറിൻ്റെ ബ്ലാക്ക് സെലക്ട് ചെയ്തവരുടെ കരിയറിൻ്റെ ഓറക്കൽ മെസ്സേജ് എന്താണ്? ബ്ലാക്ക് സെലക്ട് ചെയ്തവർക്ക് ഓറക്കൽ മെസ്സേജാണ് വന്നേക്കുന്നത്. കുറച്ച് കാർഡ്സ് ഉണ്ട്. സ്നേക്ക്, പ്യൂരിഫൈ ത്രൂ യുവർ ത്രോട്ട് ചക്ര. അപ്പോൾ നമ്മൾ മാനേജ്മെൻറ്റിനോട് നമ്മളുടെ താഴെയുള്ള നമ്മളുടെ കീഴിൽ വർക്ക് ചെയ്യുന്നവരല്ല, നമ്മളുടെ ഒപ്പം വർക്ക് ചെയ്യണവർ, നമ്മളുടെ ടീമിൽ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ നമ്മളെപ്പോഴും സൗമ്യതയോടെ സംസാരിക്കണം. അവരെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെയും അവരുടെ തെറ്റുകൾ അപ്രീസിയേഷൻ നമ്മൾ പബ്ലിക്കായിട്ട് ചെയ്യണം. പക്ഷെ തെറ്റുകൾ പറയുന്നത് അത് പേഴ്സണൽ ആയിരിക്കണം, അല്ലെങ്കിൽ അവർക്കും കോംപ്ലക്സ് ആവും, ഇൻസൾട്ട് ആവും, അത് നിങ്ങൾക്കത് ഫ്യൂച്ചറിൽ പ്രശ്നമാകും. അപ്പോൾ അതുകൊണ്ട് പ്യൂരിഫൈ ത്രോട്ട് ചക്ര. അപ്പോൾ തൊണ്ട മീൻസ് സംസാരം ശ്രദ്ധിക്കുക. ഫാമിലി, ഇമോഷണൽ സപ്പോർട്ട്. അപ്പോൾ നിങ്ങൾ ഒരു ജോലി ഇപ്പോൾ ചിലർ 2-3 ജോലി ചെയ്യുന്നവരുണ്ടാവാം. വീട്ടിൽ സ്പെൻഡ് ചെയ്യാൻ അവർക്ക് സമയമില്ല. കാര്യം ശരിയാണ്, ഫിനാൻഷ്യൽ, കുട്ടികളുടെ ഫീസ്, അതും ഇത് എല്ലാം ആകുമ്പോൾ ഭയങ്കരമായിട്ടുള്ള വർക്ക് ലോഡായിരിക്കും. അപ്പോൾ പക്ഷേ നിങ്ങൾ അത് ഇടയ്ക്ക് നിങ്ങൾ ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ സമയം കണ്ടെത്തണം എന്നാണ് പറയുന്നത്. ഫാമിലി, ഇമോഷണൽ സപ്പോർട്ട് ഫാമിലിക്ക് വേണം ഫിനാൻഷ്യൽ സപ്പോർട്ടിനേക്കാളും കൂടുതൽ. അപ്പോൾ പിന്നെ കറക്റ്റിങ് യുവർ മിസ്റ്റേക്സ്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്യാൻ പറ്റിയ സമയം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ തെറ്റുകൾ തിരുത്താനുള്ള ഓപ്ഷൻസ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ തെറ്റുകൾ തിരുത്താൻ നോക്കുക എന്നാണ് പറയുന്നത്. അതിനെ ഓർത്ത് റിഗ്രറ്റ് ചെയ്യല്ല വേണ്ടത്, എന്ന് വെച്ചാൽ കുറ്റബോധമല്ല വേണ്ടത്. ആ തെറ്റിന് പ്രായശ്ചിത്തമാണ്, അല്ലെങ്കിൽ തെറ്റല്ലാതാകാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യാം, മനസ്സിലായോ? അതാണ് ആലോചിക്കേണ്ടത്. പിന്നെ കുണ്ടലിനി യോഗ, ഹാർമണൈസ് യുവർ 7 ചക്ര. അപ്പോൾ 7 ചക്രാസ് ചിലരുടെ ബ്ലോക്ക്ഡ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഫിസിക്കൽ പ്രശ്നങ്ങളും മാനസിക പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവുന്നു. റിലേഷൻഷിപ്പിൽ പ്രശ്നം, നമ്മൾ ചക്രാസ് ബ്ലോക്ക് ആകുമ്പോൾ പല പ്രശ്നങ്ങളും നമുക്ക് ഉണ്ടാവും. എല്ലാ എനർജിയാണ്. അപ്പോൾ അത് പ്യൂരിഫൈ ചെയ്യണം. അത് യൂട്യൂബിലൊക്കെ 7 ചക്രാസ് പ്യൂരിഫൈന് മ്യൂസിക്കൽ തെറപ്പി അങ്ങനെ എന്തൊക്കെയോ ഉണ്ടാവും, നോക്കുക. പിന്നെ രുദ്രാക്ഷ, ഡീടോക്സിഫൈ ചെയ്യണം. ഇപ്പോൾ ഒരു ടോക്സിക് സിറ്റുവേഷനിലാണ് നിങ്ങൾ, അതുകൊണ്ടാണ് ഈ ബ്ലോക്കും മിസ്റ്റേക്സും ഫാമിലി ശ്രദ്ധിക്കാൻ പറ്റാത്തതും സംസാരത്തിലുള്ള വ്യത്യാസവും. അപ്പോൾ ഇത് പലരുടെ ആവാം, പലർക്ക് വേണ്ടിയിട്ടുള്ള എന്താ പറയുക ഓറക്കൽ മെസ്സേജ് ആവാം, അല്ലെങ്കിൽ ഇതൊരു പെർട്ടിക്കുലർ ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കൽ മെസ്സേജ് ആവാം. അപ്പോൾ രുദ്രാക്ഷം അതിന് ഡീടോക്സിഫൈ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. എല്ലാവരും അതിൻ്റെ പുറകെയല്ലല്ലോ പോവാം. അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമുക്ക് നമ്മളുടെ ടോക്സിസിറ്റി മാറ്റാൻ പറ്റുന്നത്? ബോഡിയും സോളും ടോക്സിക് ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് മാറ്റാനുള്ള വഴികൾ കണ്ടെത്തുക.
ഇത്രയുമാണ് സ്പിരിച്വൽ ഓറക്കിൾ. ഇനി ഞാൻ ജിപ്സി ഓറക്കിളിൻ്റെ പുറകെയാണ് പോകാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ബ്ലാക്ക് സെലക്ട് ചെയ്തവർക്ക് വേണ്ടി കാർഡ്സ് തരണേ ഓറക്കിൾ മെസ്സേജ്. ബ്ലാക്ക് സെലക്ട് ചെയ്തവർക്ക് വേണ്ടി ഓറക്കിൾ മെസ്സേജസ് തരണേ പ്ലീസ്. ഒരു കാർഡാണ് വേണം, വൈഫ്. വൈഫ് എന്നാണ്. ആരെങ്കിലും ആക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ, അതല്ലെങ്കിൽ ഭാര്യയുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ ഭാര്യയാണോ ജോലി എടുക്കുന്നത്, ഭർത്താവ് വീട്ടിൽ കുട്ടികളെ നോക്കിക്കൊണ്ടിരിക്കുകയാണോ, എന്തായാലും വീട് നടന്നു പോകണമെന്നുള്ളൂ. ആര് ജോലി എടുക്കുന്നതെന്നല്ല, നമ്മളുടെ ലക്ഷ്യമാണ് നമ്മളുടെ മെയിൻ. അതിലേക്ക് എത്താനായിട്ട് ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോവുക. അപ്പോൾ അതാണ് കണി. കുഞ്ഞുമുണ്ട്, ഒരു സ്ത്രീയും ഉണ്ട്, വൈഫ് എന്നാണ് പറയുന്നത്. അപ്പോൾ വൈഫായിട്ട് എന്താണ് കണക്ഷൻ ഉണ്ട്? ഓക്കെ. ചിലപ്പോൾ വൈഫ് സമ്മതിക്കുന്നുണ്ടാവില്ല ജോലിക്ക് പോകാൻ, അല്ലെങ്കിൽ ജോലി ട്രാൻസ്ഫറിന് സമ്മതിക്കുന്നുണ്ടാവില്ല, എന്തെങ്കിലുമൊക്കെ. അതല്ലെങ്കിൽ വൈഫിൻ്റെ കൂടെ നിൽക്കാൻ പറ്റാത്തത് കൊണ്ടുള്ള ചിലപ്പോൾ എബ്രോഡ് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ വൈഫിൻ്റെ കൂടെ, വൈഫിന് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ഫാമിലിയുടെ കൂടെ നിൽക്കാൻ പറ്റുന്നില്ല, അവരെ വല്ലപ്പോഴൊക്കെ കാണാൻ പറ്റുന്നുള്ളൂ. ഇപ്പോൾ ഇത് ലോങ് ഡിസ്റ്റൻസ് ആണെങ്കിലും, ഇപ്പോൾ കേരളത്തിനകത്ത് തന്നെയാണെങ്കിൽ പല ഡിസ്ട്രിക്റ്റിലാണെങ്കിലും ഇന്നും പോയി വരാൻ പറ്റാത്ത സിറ്റുവേഷനൊക്കെ ആകുമ്പോഴും അതും ബുദ്ധിമുട്ടാവും. അപ്പോൾ എന്തെങ്കിലും ആവട്ടെ, അപ്പോൾ അത് നിങ്ങളുടെ സിറ്റുവേഷൻ പോലെ എടുക്കുക. ഇനി ഞാൻ ഓവറോൾ എനർജിയാണ് എടുക്കാൻ പോകുന്നത്. കരിയറിലെ ഓവറോൾ എനർജി എന്താണ്? ഇപ്പോൾ എന്താണ് നിങ്ങളുടെ കരിയറിലെ ഓവറോൾ എനർജി? ഇതാണ് നമ്മൾ നോക്കുന്നത്. ബ്ലാക്ക് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ്. നിങ്ങളുടെ കരിയറിലുള്ള ഓവറോൾ എനർജി എന്താണ്? ക്വീൻ ഓഫ് സ്വേർഡ്സ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ഇതിൽ ഓവർലി ഇമോഷൻ, അത് ഫാമിലിയുടെ പ്രശ്നം കൊണ്ടും ആവാം, ഇമോഷണൽ ഫാമിലിയുടെ ഇതുകൊണ്ട് എനിക്ക് ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ചിലർ പറയാറുണ്ട്, ചിലരെ മിസ് ചെയ്യുന്ന കാണാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ വരുമ്പോൾ അതൊരു ഇമോഷണൽ, ഓവർലി ഇമോഷണൽ. ആരോ ഓട്ടോ കൊണ്ടുവന്നിട്ടിട്ട് അവിടെ ഓവർലി ഇമോഷണൽ. അല്ലെങ്കിൽ നിങ്ങളെ പെട്ടെന്ന് ഇൻഫ്ലുവൻസ്, നിങ്ങൾ ഇപ്പം എന്താ പറയുക, പെട്ടെന്ന് കരയുക, പെട്ടെന്ന് ചിരിക്കുക, മറ്റുള്ളവർക്ക് ഒരു അഭിപ്രായം ഇല്ലാതെ. ഇപ്പോൾ ഈ റിവേഴ്സ് സ്വേർഡ് എന്ന് പറയുമ്പോൾ ഈ ക്വീൻ ഓഫ് സ്വേർഡ്സ് ഇങ്ങനെ വരുമ്പോൾ എല്ലാത്തിനും അഭിപ്രായമുണ്ട്, സ്വന്തമായിട്ട് അഭിപ്രായമുള്ള ഒരാൾ. ഇത് റിവേഴ്സ് വരുമ്പോൾ ഒന്നിലും അഭിപ്രായമില്ല, എല്ലാവർക്കും വേണമെങ്കിൽ എന്തും നിങ്ങളെ കൊണ്ട് ചെയ്യിക്കാം, അങ്ങനത്തെ ഒരു ഓഫീസ് സിറ്റുവേഷൻ പോലെ. അതുപോലെ എന്താ പറയുക, മറ്റുള്ളവരുടെ ഫീലിങ്സോ ഒന്നും ശ്രദ്ധിക്കാത്ത ഒരു മാനേജറിയൽ പോസ്റ്റിലുള്ള ആളായിരിക്കാം, നിങ്ങളുടെ മാനേജറായിരിക്കാം, നിങ്ങളാവാം, ആരുമാവാം. അപ്പോൾ വളരെ കോൾഡ് ഹാർട്ടഡ്, നമ്മൾ പറയില്ലേ ഭയങ്കര സാധനമാണ്, എന്ത് പറഞ്ഞാലും കരഞ്ഞ് കാണിച്ചാൽ പോലും ഒന്നും മനസ്സലിയാത്ത ഒരു ക്യാരക്ടറാണിത്. അപ്പോൾ അവരുടെ കീഴിൽ വർക്ക് ചെയ്യേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കിത് ക്വീൻ ഓഫ് സ്വേർഡ്സ് ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഓക്കെ, 10 ഓഫ് സ്വേർഡ്സ്. ഇതിനൊരു അവസാനം വരുന്നുണ്ട്. ചിലപ്പോൾ ഇവർ ട്രാൻസ്ഫർ ആയിട്ട് പോകും, അല്ലെങ്കിൽ ഇവർ കമ്പനി ഇവരെ പിരിച്ചുവിടും, അതല്ലെങ്കിൽ മീൻസ് എംപ്ലോയീസ് എല്ലാം കൂടെ ഒരു മാനേജറിനെ കുറിച്ച് കംപ്ലയിൻറ്റ് ചെയ്ത്. കാരണം എംപ്ലോയീസിനെ ഓറിയൻറ്റഡ് ആണ് കമ്പനീസ് എല്ലാം, മാനേജർ അല്ല ഇമ്പോർട്ടൻ്റ്. ലീഡർഷിപ്പ് ഇമ്പോർട്ടൻ്റേ അല്ല കമ്പനിയിൽ, അതാണ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കുന്നത്. കമ്പനി റൺ ചെയ്യുന്നത് എംപ്ലോയീസ്, താഴെയുള്ളവരാണ്. അപ്പോൾ അവരെ പ്ലീസ് ചെയ്ത് നിൽക്കാതെ നമ്മൾ അവരെ ഓവർറൂൾ ചെയ്യാൻ പോകുന്നത് നമ്മളെ പുറത്താക്കും, നമ്മൾ മാനേജറിയൽ സ്റ്റാഫ് ആണെങ്കിൽ. അപ്പോൾ ഇവിടെ ഒരു കമ്പനിക്ക് ഡിസപ്പോയിൻറ്റഡ് ആണോ, നിങ്ങൾ ഡിസപ്പോയിൻറ്റഡ് ആണോ, നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ കൊണ്ട് ഈ ജോലി ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ, നിങ്ങളുടെ ഒരു മാനേജറോ നിങ്ങളുടെ സീനിയർ ആയിട്ടിരിക്കുന്ന ഒരാൾ ഭയങ്കരമായിട്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, പുകച്ച് പുറത്ത് ചാടിക്കാൻ നോക്കുന്ന പോലെ. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഡിസപ്പോയിൻറ്റ്മെൻ്റ് ആണ് ഇവിടെ. ഇനിയിപ്പോൾ ഭാര്യയും ഭർത്താവും ചേർന്ന് നടത്തുന്ന കമ്പനിയാണോ, ഭാര്യയാണോ റൂൾ ചെയ്യുന്നത്, എന്തായാലും ഏതോ ഒരു ഫീമെയിൽ എനർജിയാണ് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്. ഫീമെയിൽ ജെൻഡർ അല്ല, ഫീമെയിൽ എനർജി. ആണുങ്ങൾക്ക് ചിലപ്പോൾ ഫീമെയിൽ ക്വാളിറ്റീസ് കൂടുതലുണ്ടാവാം, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്. കാർഡ്സ് പെട്ടെന്ന് വരുന്നുണ്ടോ. 5 ഓഫ് സ്വേർഡ്സ് റിവേഴ്സ്, 10 ഓഫ് സ്വേർഡ്സ് റിവേഴ്സ്, 2 ഓഫ് കപ്സ് ഉണ്ട്, പിന്നെ 7 ഓഫ് വാൻസ് റിവേഴ്സാണ് വന്നിരിക്കുന്നത്. 5 ഓഫ് സ്വേർഡ്സ് റിവേഴ്സ് എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാര്യങ്ങൾ പറഞ്ഞ് പക വീട്ടുന്ന ചിലരുണ്ട്, അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ട്. പിന്നെ 10 ഓഫ് സ്വേർഡ്സ് റിവേഴ്സ്. അപ്പോൾ ഈ സിറ്റുവേഷൻ മഹാമോശമായിട്ടിരിക്കുകയാണ്, ഇതിനപ്പുറം ഇനി പോവാനില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഒരു കുഴിയിൽ എന്ന് വെച്ചാൽ വെള്ളത്തിൽ വീണു,
നമ്മൾ വീണ് കഴിഞ്ഞിട്ട് നമ്മൾ തറ വരെ പോയി, അതിൻ്റെ അടിത്തട്ട് വരെ പോയി, പിന്നെ നമുക്ക് താഴത്തേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ചവിട്ടി കുതിച്ച് മുകളിലേക്ക്. ചിലർ അവിടെ കിടന്ന് ചത്തുപോകും, ചിലർ ചവിട്ടി കുതിച്ച്, സർവൈവേഴ്സ് ചവിട്ടി കുതിച്ച് മുകളിലേക്ക് വന്ന് ശ്വാസം എടുക്കും. അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഇനി മോശമാകാനില്ല, അത്രയും മോശമാണ് നിങ്ങളുടെ ഓഫീസിലെ സിറ്റുവേഷൻ. ഇവിടെ ഒരു എന്നാലും നിങ്ങളുടെ ടീം ചിലരൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സീനിയർ മാനേജർ നല്ലതായിരിക്കും. ആ പേഴ്സൺ ചിലപ്പോൾ നിങ്ങൾ വൈഫും ഹസ്ബൻഡും റൺ ചെയ്യുന്ന ഒരു ബിസിനസ്സിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ, നിങ്ങളൊരു എംപ്ലോയി ആണെങ്കിൽ ഈ വൈഫ് ചീത്തയാണ്, ഹസ്ബൻഡ് നല്ലതാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഹസ്ബൻഡ് നിങ്ങളെ മനസ്സമാധാനിപ്പിക്കും, എന്നുവെച്ചാൽ കുഴപ്പമില്ല, അവളുടെ സ്വഭാവം അങ്ങനെ തന്നെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ എന്തോ ഒരു നല്ല കാര്യം കൂടി നടക്കുന്നുണ്ട്, ഒരു എംപററും വീൽ ഓഫ് ഫോർച്യൂൺ. അപ്പോൾ ഈ സമയം മാറും, ടെൻഷൻ അടിക്കും. അപ്പോൾ ആരോ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, ഇവിടെ നിന്നാൽ മതി. ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാൾ, അത് ലവ് ആവണമെന്നില്ല, ഒരേപോലെ മൈൻഡുള്ള 2 ഫ്രണ്ട്സ് ആവാം, ഒരേപോലെ മൈൻഡുള്ള ആരെങ്കിലും ആവാം. അങ്ങനെയുള്ളവർ, അത് ഒരു മാനേജറിയൽ പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളാണ്. അപ്പോൾ സമാധാനിപ്പിക്കുന്നുണ്ട് നിങ്ങളെ, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, ഇത് മാറും, കമ്പനി ഇതിൽ ശ്രദ്ധിക്കുന്നുണ്ട്, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ അതുകൊണ്ടാണ് ഇത്രയും വേഴ്സ്റ്റായിട്ട് നിങ്ങൾ ഈ കമ്പനി തന്നെ നിൽക്കുന്നത്. ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ആണ് നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആക്ഷനൊന്നും എടുക്കുന്നില്ല. നിങ്ങളിത് പുറത്തേക്ക് പോകണമെന്ന് വിചാരിച്ചു, പക്ഷെ നിങ്ങൾ തൽക്കാലം ആക്ഷനൊന്നും എടുക്കുന്നില്ല. നിങ്ങൾ ഇവിടെ തന്നെ വർക്ക് ചെയ്യാണ്, ഇനാക്റ്റീവാണ്. ഇവിടെ പാസ്റ്റ് റിസംബർ പണ്ട് തൊട്ടേ നിങ്ങളെ ഉപദ്രവിച്ചിരുന്ന ഒരു ക്യാരക്ടറാണിത്. ഒരു മിസ്റ്ററി ആയിട്ടാണ് കാണിക്കുന്നത്. ഒരു ഭയങ്കര നോളജ് ഉള്ള ഒരാളാണ്. അപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ ട്രെയിനറോ അങ്ങനെ ആരെങ്കിലും ആയിരിക്കും. ഏസ് ഓഫ് സ്വാർഡ് എന്ന മോർ ക്ലാരിറ്റി. അപ്പോൾ പണ്ട് നിങ്ങളെ ഭയങ്കരമായിട്ട് നിങ്ങൾ ഉപദ്രവിച്ചവരാണോ അതോ നിങ്ങളെ ഉപദ്രവിച്ചിരുന്നവരാണോ അതോ എന്തോ ഈ എന്താ പറയുക, തട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ലേ? ഒരു സമയത്ത് ഒരാൾക്ക് നല്ല കാലം വരുമ്പോൾ മറ്റേ ആൾ ഉപദ്രവിക്കുക, അത് കുറച്ച് കഴിയുമ്പോൾ ഈ തട്ട് താഴത്തേക്ക് പോകും. അപ്പോൾ ഇയാൾ തട്ട് വരുമ്പോൾ ഇയാൾ മറ്റേ ആൾ ഉപദ്രവിക്കുക. അങ്ങനെ പണ്ട് ആരോ ഉപദ്രവിച്ചതിൻ്റെ പക തീർക്കുന്ന പോലെ, മനസ്സിലായോ? അപ്പോൾ ഇതിനപ്പുറത്തേക്ക് ഇനി താഴാനില്ല ഇനി. അപ്പോൾ ഇതിൽ നിന്ന് പോകണ്ട, ഇതിന് നമുക്ക് വഴിയുണ്ട്, ഇതിന് പുറത്തേക്ക് പോകാനൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ആരോ പ്രോത്സാഹിപ്പിക്കേണ്ട ഇവിടെ തന്നെ നിൽക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾ സ്ഥലം വിട്ടാനെ ഇവിടെ നിന്ന്, മനസ്സിലാണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കമ്പനി മാനേജ്മെൻറ്റ് നിങ്ങൾക്കൊരു പ്രൊമോഷനൊക്കെ ഓഫർ ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ പോയേനെ കേട്ടോ. അടുത്ത ചോദ്യം, ഇനി ജൂലൈയിൽ എന്താണ് നടക്കാൻ പോകുന്നത്? ഈ ജൂലൈ 24, 2024 ആ മാസത്തിൽ എന്താണ് നടക്കാൻ പോകുന്നത്? നിങ്ങളുടെ കരിയറിൽ എന്താണ് വരുന്നത്? ജൂലൈ 2024 നിങ്ങളുടെ കരിയറിൽ എന്താണ് നടക്കുന്നത്? ഞാൻ കാർഡ്സ് എടുക്കുകയാണ്, കാർഡ് വീഴുന്നില്ല. 3 of സെലിബ്രേഷൻ. അപ്പോൾ നിങ്ങൾക്കൊരു പ്രൊമോഷനൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന ഒരു പ്രൊമോഷൻ ആയിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾ ഈ മാനേജറെ നിങ്ങൾക്ക് ബുദ്ധിമുട്ട്, നിങ്ങൾക്ക് മാത്രമല്ല മിക്കവർക്കും ബുദ്ധിമുട്ടാണ് ഇവരെ കൊണ്ട്, അല്ലെങ്കിൽ അതന്നെ ഈ ഒരു എനർജിയെ കൊണ്ട്. അപ്പോൾ ആ എനർജി ചിലപ്പോൾ ആ എനർജിയെ പറഞ്ഞു വിടും, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ആയിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്, മനസ്സിലായി? ഇതിലേതെങ്കിലും ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടും. എന്താണ് നിങ്ങളുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അതപ്പോൾ നിങ്ങൾക്കൊരു സെലിബ്രേഷൻ ജൂലൈയിൽ നല്ല സമയമാണ് വരുന്നത്. നിങ്ങളുടെ ഇപ്പോഴത്തെ സമയം മാറി നല്ല സമയത്തിലേക്കാണ് വരുന്നത്. പിന്നെ നിങ്ങളുടെ സ്കിൽ ഇമ്പ്രൂവ്മെൻറ്റിനുള്ള ചാൻസൊക്കെ കിട്ടും. ചിലപ്പോൾ നിങ്ങൾ പുതിയൊരു എന്താ പറയുക പ്രോജക്റ്റിലേക്ക് കയറുമ്പോൾ അവിടെ വേറെ നിങ്ങൾക്ക് ഇപ്പോൾ ഇല്ലാത്ത സ്കിൽസ് ആയിരിക്കും വേണ്ടത്. അപ്പോൾ ആ സ്കില്ലിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ഒക്കെ കിട്ടും നിങ്ങൾക്ക്. പിന്നെ ഇവിടെ നല്ല സാലറി ഹൈക്ക് കിട്ടും കേട്ടോ. അപ്പോൾ സെയിം കമ്പനി തന്നെയാണ്, പക്ഷേ ഇവിടെ തന്നെ നിങ്ങളുടെ സമയം മാറാൻ പോവുകയാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് പുറത്തേക്ക് പോകാനുള്ള ചാൻസൊക്കെ ഇവിടെ ഒത്തി വരും. അപ്പോൾ ഓപ്ഷൻസ് ഇഷ്ടം പോലെ വരും നിങ്ങൾക്ക്. ഇപ്പോൾ നിങ്ങൾ ഒരു ഓപ്ഷനും ഇല്ലാണ്ട് നിങ്ങൾ ഭയങ്കര കഷ്ടപ്പെട്ടാണ് നിൽക്കുന്നത്, മനസ്സ് മടുത്താണ് നിൽക്കുന്നത്. പക്ഷേ അടുത്ത മാസം തുടങ്ങും നിങ്ങളുടെ നല്ല സമയം. അപ്പോൾ നിങ്ങൾക്ക് പുതിയ ഓപ്ഷൻസൊക്കെ വരും. പിന്നെ ചിലപ്പോൾ പുറത്തേക്ക് പോകാനുള്ള ചാൻസൊക്കെ കിട്ടും. എന്തായാലും സെലിബ്രേഷനുള്ള സമയമാണ് നിങ്ങൾ അടുത്ത മാസം. നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്നവരൊക്കെ മാറിപ്പോകാനുള്ള ചാൻസ് കാണുന്നുണ്ട്. പിന്നെ 8 of Pentaclesനെ ക്ലാരിഫൈ ചെയ്യുന്ന മദർ ഓഫ് പെൻറ്റക്കിൾസും. ചിലപ്പോൾ നിങ്ങളുടെ വൈഫ് പ്രഗ്നൻ്റ് ആവാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ കോൺട്രിബ്യൂഷൻ ഈക്വൽ ആവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ വൈഫ് കാണിച്ചു, അപ്പോൾ ഇവിടെയും വൈഫിനെ കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വൈഫിനെ കൊണ്ടുവന്ന് താമസിപ്പിക്കാനുള്ള ചാൻസൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ചിലപ്പോൾ ഒരു ബ്രേക്ക് എടുത്തിട്ട് വീട്ടിൽ പോകാനോ, അല്ലെങ്കിൽ വൈഫ് പ്രഗ്നൻ്റ് ആയതുകൊണ്ട് കൂടെ നിൽക്കണം, വേറെ ആരും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളൊരു വാടക വീടെടുത്തിട്ട് വൈഫിനെ കൂടെ കൊണ്ടുവരാനൊക്കെ ചാൻസ് കിട്ടും. അപ്പോൾ കോൺട്രിബ്യൂഷൻ നിങ്ങൾ തമ്മിൽ കൂടുതൽ അടുത്ത് പെരുമാറാൻ പറ്റും. ഇപ്പോൾ രണ്ടുപേരും ദൂരെയാണ്, രണ്ടുപേരും മിസ് ചെയ്യുന്നുണ്ട്, അതൊക്കെ പ്രശ്നങ്ങളാണ്. പക്ഷെ അതൊക്കെ മാറും എന്നാണ് പറയുന്നത്. ജൂലൈ തൊട്ട് നല്ല സമയം തുടങ്ങുകയാണ്.
അപ്പോൾ കിങ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സാലറി ഹൈക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതിലൊക്കെ കാരണം പ്രൊമോഷൻ കിട്ടുമ്പോൾ അതിനോട് സാലറി ഹൈക്ക്, ഇപ്പോൾ ട്രാൻസ്ഫർ ആവുകയാണെങ്കിൽ സാലറി ഹൈക്ക്. അപ്പോൾ നിങ്ങളുടെ നാട്ടിലേക്ക് ചിലപ്പോൾ ട്രാൻസ്ഫർ കിട്ടാം. സ്ത്രീ ആയാലും പുരുഷനായാലും നാട്ടിലേക്ക് ട്രാൻസ്ഫർ ചോദിച്ച് മേടിച്ച് നിങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റും കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ നിങ്ങളെ ചിലവ് ചുരുങ്ങുകയാണ് ചെയ്യുന്നത്. ഇത് പക്ഷേ സാലറി ഹൈക്കാണ്, എന്തൊക്കെയോ നിങ്ങൾക്ക് കൂടുതൽ പണം കൈവരാൻ പോകുന്നുണ്ട്, വേറെ പലരും സഹായിച്ച് ചിലപ്പോൾ നിങ്ങളൊരു ബിസിനസ് വെഞ്ചറൊക്കെ തുടങ്ങാൻ ചാൻസ് ഉണ്ട്. കിങ് ഓഫ് കപ്സ് നിങ്ങളുടെ ഇമോഷൻസ് കുറച്ചും കൂടെ സ്റ്റേബിൾ ആവും. നേരത്തെ നിങ്ങൾ ഇപ്പോൾ കുറച്ച് നാളായിട്ട് നിങ്ങൾ ഭയങ്കര ഇമോഷണലി ഭയങ്കര ടെൻസ്ഡ് ആണ്. മൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് സാഡാണ്, അപ്പോൾ അതൊക്കെ മാറിക്കിട്ടും കേട്ടോ. മൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂൺ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, രാത്രി ഇല്യൂഷനാണ്, ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ സ്വപ്നം കാണാൻ. അപ്പം നിങ്ങൾ അല്ല, അത് നെഗറ്റീവ് സൈഡാണ് മൂണിൻ്റെ. സീക്രട്സ് എന്നും പറയും, ഇല്യൂഷൻ എന്നും പറയും. പക്ഷെ ഇവിടെ എനിക്ക് തോന്നുന്നത് ഈ കിങ് ഓഫ് കപ്സിനെ കണ്ടപ്പോൾ തോന്നുന്നത് നിങ്ങൾ വീണ്ടും സ്വപ്നം കാണാൻ തുടങ്ങും എന്നാണ്. ഇപ്പം നിങ്ങൾക്ക് സ്വപ്നമൊക്കെ അടച്ചു വെച്ചേക്കാം, എനിക്ക് സ്വപ്നം കാണാൻ സമയമില്ല, ഇവിടെ ഒരു രക്ഷയില്ല, ജോലി നാളെ ഉണ്ടാവുമോ എന്ന് തന്നെ അറിയില്ല, കുറഞ്ഞു വിട്ടാൽ എന്ത് ചെയ്യും, മാനേജ്മെൻ്റ് ആണെങ്കിൽ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ അതൊക്കെ മാറും. വീണ്ടും നിങ്ങൾക്ക് സ്വപ്നങ്ങൾ കാണാനുള്ള അവസരങ്ങൾ വന്നു ചേരും, ഫ്യൂച്ചറിനെ കുറിച്ചിട്ടുള്ള. മനസ്സിലാവുണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഗൈഡൻസ് ആണ് വേണ്ടത്? അപ്പോൾ നിങ്ങളിപ്പോൾ ഭയങ്കര ടെൻഷൻ, ഇപ്പോൾ ജൂലൈ നമ്മൾ പറയുന്നെങ്കിലും ഈ ടൈം ഫ്ലൂയിഡ് ആയതുകൊണ്ട് ചിലരുടെ ലൈഫിൽ ഇത് ഓൾറെഡി നടന്നു കഴിഞ്ഞിട്ടുണ്ടാവും, ചിലരുടെ ലൈഫിൽ ഇപ്പോൾ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ജൂലൈ എത്തുമ്പോഴേക്കും മാറും. ചിലരുടെ ലൈഫിൽ ഇത് ആയിട്ടുണ്ടാവില്ല. നമ്മുടെ ഓരോ ജീവിതത്തിലും ഇപ്പോൾ 7 ഡയമെൻഷൻസ് ഉണ്ടെന്നാണ് പറയുന്നത്, അറിയില്ല എനിക്ക്. അങ്ങനെയാണെങ്കിൽ ഓരോ ഡയമെൻഷനിലും എന്നെ പോലത്തെ ഒരാളുണ്ടാവും, ജീവിക്കുന്നുണ്ടാവും. ഇപ്പോൾ എൻ്റെ നെക്സ്റ്റ് ഡയമെൻഷൻ ഉള്ളവർ ഞാനിപ്പോൾ അനുഭവിച്ച് കഴിഞ്ഞു, അവർ മുമ്പോട്ട് പോയി. മനസ്സിലാവുണ്ടോ? അത് സൈക്കിൾ പോലെ വരും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ പല ഡയമെൻഷനിൽ, അപ്പോൾ നിങ്ങളുടെ ചിലപ്പോൾ വേറെ ഡയമെൻഷനിൽ നിങ്ങളിത് കഴിഞ്ഞിട്ടുണ്ട്, ഇത് 5D 3D 2D എന്നൊക്കെ പറയുന്ന പരിപാടി, അതിലേക്കൊന്നും പോകണ്ട. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അനുഭവിച്ചിട്ട് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ കൂടെയാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ പോസിറ്റീവായിരിക്കുക, നല്ല സമയം വരുന്നുണ്ട്, അത്രയും മനസ്സിലാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങളുടെ റീഡിങ് തീരാണ്. ഞാനൊരു ഗൈഡൻസും കൂടെ നോക്കിയേക്കാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് പാര വയ്ക്കാൻ കുറച്ച് പേരൊക്കെ ഉണ്ടാവും കേട്ടോ, നിങ്ങളെക്കുറിച്ച് പരദൂഷണം പറയാനും മറ്റുള്ളവരെ കുറിച്ച് നിങ്ങളെ പരദൂഷണം പറയാനും. അതുപോലെ ചിലപ്പോൾ നിങ്ങളോട് വെറുപ്പുള്ളവർ, എല്ലാവരും നമുക്ക് സന്തോഷിപ്പിക്കാൻ പറ്റില്ലല്ലോ, പ്ലീസ് ചെയ്ത് നിർത്താൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ ചിലപ്പോൾ മാനേജ്മെൻറ്റിനോട് നിങ്ങളെക്കുറിച്ച് കുറ്റം പറയുകയോ നിങ്ങളെക്കുറിച്ച് റൂമേഴ്സ് ഉണ്ടാക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അതൊന്നും പേടിക്കേണ്ട, അതൊക്കെ ഒന്ന് ഓർത്തിരുന്നാൽ മതി. അങ്ങനെയുള്ള സിറ്റുവേഷൻസൊക്കെ വരാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങളൊന്ന് സൂക്ഷിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ പണനഷ്ടമൊക്കെ ഉണ്ടാവും, നിങ്ങളുടെ അടുത്ത് നിന്ന് പണം മോഷ്ടിച്ചുകൊണ്ട് പോകും ആരെങ്കിലും, അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. പണത്തിൻ്റെ നഷ്ടങ്ങൾ ഉണ്ടാവാൻ വഴിയുണ്ട്. നിങ്ങളെ കൂടെ നിൽക്കുന്നവർ നിങ്ങളെ ചതിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. കൂടെ ഉറ്റവരായിട്ട് നിൽക്കുന്നവർ മാനേജ്മെൻറ്റ് ചോദ്യം ചെയ്യുമ്പോൾ കാല് മാറുകയും നിങ്ങൾ ഒറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യാനുള്ള ചാൻസ് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ടോറസ് വെർഗോ ക്യാപ്രിക്കോൺ, ടോറസ് വെർഗോ ക്യാപ്രിക്കോൺ, അക്വേറിയസ് ലിബ്ര ജെമിനി, Taurus, Virgo, Capricorn, Cancer, Pisces, Scorpio, Cancer, Taurus, Virgo, Capricorn, Aries, Leo, Sagittarius, Cancer, Pisces, Scorpio, Aquarius, Libra, Gemini, Virgo, Pisces, Aquarius, Libra, Gemini, Aries, Aquarius, Libra, Gemini, Cancer, Pisces, Scorpio, Aquarius, Libra, Gemini, Taurus, Virgo, Capricorn, Taurus, Virgo, Capricorn, Cancer, Pisces, Scorpio, Aquarius, Libra, Gemini, Aquarius, Libra, Gemini, Cancer, Pisces, Scorpio, Aries, Leo, Sagittarius, Aquarius, Libra, Gemini. Okay, Taurus, Virgo, Capricorn, Taurus, Leo, Aquarius, Scorpio, Taurus, Virgo, Capricorn. ഇത്രയുമാണ് സോഡിയാക് സൈൻസ് കണ്ടത് നമ്മൾ. അപ്പോൾ ഇവിടെ ഓറക്കൽ മെസ്സേജസ് ഒക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ? അപ്പോൾ പറയുന്ന പോലെയൊക്കെ ചെയ്യുക. ചക്രാസിൻ്റെ ഇതൊക്കെ മാറ്റിയെടുക്കുക, ബ്ലോക്കൊക്കെ മാറ്റിയെടുക്കുക കേട്ടോ. പിന്നെ ബാക്കിയൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ? അപ്പോൾ നമ്മളിനി യെല്ലോ സെലക്ട് ചെയ്തവർ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. യെല്ലോ സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് എന്താണ്?
സീസ് ദ മൊമെൻറ്റ്. ഇതാണ് നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നടത്തിയെടുക്കാനുള്ള അല്ലെങ്കിൽ കാര്യങ്ങൾ തുടങ്ങാനുള്ള കറക്റ്റ് സമയം ഇതാണ്. എന്നാലും നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവും നിങ്ങളുടെ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്നാണ് പറയുന്നത്. അത് എക്സിക്യൂട്ട് യുവർ പ്ലാൻസ് ഫോർ സക്സസ്. പിന്നെ സെൽഫ് കെയർ. ഇവിടെയാണ് സെൽഫ് കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കാര്യത്തിൻ്റെ പുറകെ, ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ, കരിയറിൻ്റെ പുറകെ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ പുറകെ നമ്മളിങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി ഓടി നടക്കും. നമുക്ക് വേറൊരു കാര്യം ചെയ്യാൻ നമ്മളുടെ കാര്യങ്ങളൊക്കെ മാറ്റി വയ്ക്കുകയാണ്. മനസ്സിലായോ? ജോലി 24 മണിക്കൂറും ചില കമ്പനികളിൽ നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിൽ 24 മണിക്കൂറും നമ്മളുടെ ഫോണിൽ അവരുടെ മെസ്സേജോ കോളോ എന്തെങ്കിലുമൊക്കെ വന്നുകൊണ്ടിരിക്കും. 24 മണിക്കൂറും നമ്മൾ അവരുടെ എംപ്ലോയി ആണ്. അങ്ങനെയാണ്. അത് ഒരു ഇന്ത്യൻ കൾച്ചറാണത്. അപ്പോൾ നമ്മൾ ആ സമയത്ത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഭക്ഷണം കഴിക്കാതെ ആയിരിക്കും നമ്മൾ ഓടുന്നത്. മനസ്സിലായി? നമുക്കെല്ലാം നമ്മളുടെ ഒരു മീ ടൈം ഉണ്ട്. അതെല്ലാം മാറ്റി വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ പുറകെ. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത്, ശിവഭഗവാൻ പറയുന്നത്, നിങ്ങൾ മീ ടൈം കണ്ടെത്തണം. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇരിക്കാനും നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാനും. ഇപ്പോൾ ഡോക്ടറിൻ്റെ ചെക്കപ്പിന് പോകാനുണ്ടെങ്കിൽ അത് മാറ്റി വെക്കേണ്ടി വരും ചിലപ്പോൾ ജോലിയുടെ അതുകൊണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റി വെച്ച് നിങ്ങളുടെ ഹെൽത്താണ് നിങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അപ്പം നിങ്ങൾ ഹെൽത്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം ഉണ്ടാവില്ല. അപ്പോഴും നിങ്ങൾക്ക് എൻ്റെ കാര്യം നോക്കാൻ സമയമില്ല. മനസ്സിലായോ? അത് പാടില്ല. നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യണം. അതിൻ്റെ കൂടെ എപ്പോഴും മറ്റുള്ളവരുടെ കാര്യത്തിന് വേണ്ടിയിട്ടല്ല ഓടി നടക്കുന്നത്. നിങ്ങളുടെ കാര്യത്തിനും കൂടെ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഹെൽത്ത്, നിങ്ങളുടെ ഭക്ഷണം, നിങ്ങളുടെ കാര്യങ്ങൾ എല്ലാം നോക്കണം എന്നാണ് പറയുന്നത്. പിന്നത്തെ കാർഡ് സ്റ്റിൽനെസ്, എക്സ്റ്റേണൽ ഫോഴ്സസ്. അപ്പോൾ എക്സ്റ്റേണൽ ഫോഴ്സസിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ പ്രശ്നങ്ങളില്ല. പ്രശ്നങ്ങൾ വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. തൽക്കാലം ഒരു ശാന്തതയാണ്. ഈ ശാന്തത ഒരു പൊട്ടിത്തെറിയുടെ മുന്നോടിയാണ്. അപ്പോൾ നിങ്ങൾ പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം. എന്തൊക്കെയോ പ്രശ്നങ്ങൾ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ. അപ്പോൾ ഇഷ്ടംപോലെ കുറച്ച് പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരും. ചിലപ്പോൾ കരിയറിലായിരിക്കാം. അപ്പോൾ അതിന് നിങ്ങൾ പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം എന്നാണ് പറയുന്നത്. അവസാനത്തത് ചേഞ്ച്. അപ്പോൾ ഈ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് വ്യത്യാസങ്ങൾ ഉണ്ടാവുക, ചേഞ്ച് ഉണ്ടാവുക. എന്ന് വെച്ചാൽ ഒരു കാര്യം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, എല്ലാവരും കംഫർട്ടബിളാണ്, ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ പിന്നെ പഴയ പോലെയല്ല, സിറ്റുവേഷൻ മാറി. മനസ്സിലായോ? ആ ഒരു മാറ്റം, പ്രശ്നങ്ങൾ വന്നു കഴിയുമ്പോൾ ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും. ഫേവറബിളും അൺഫേവറബിളുമായ പ്രശ്നങ്ങൾ ഉണ്ടാവാം. മീൻസ് ആ ചേഞ്ചസ് ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടുന്ന സ്ഥലം, നിങ്ങൾക്ക് ഒരു ട്രാൻസ്ഫർ കിട്ടി, സാലറി ഹൈക്ക് ഉണ്ട്, പക്ഷെ ട്രാൻസ്ഫർ കിട്ടിയേക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സ്ഥലത്തേക്കാണ്. അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ടെന്നാണ് പറയുന്നത്. അത് തന്നെ ആവണമെന്നില്ല, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പോൾ ചേഞ്ച് വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ, കരിയറിൽ എന്നാണ് കാണിക്കുന്നത്. ഇനി ഞാൻ നോക്കാൻ പോകുന്നത് നമ്മളുടെ മെറ്റീരിയലിസ്റ്റിക് ഓറക്കിളാണ് നോക്കാൻ പോകുന്നത്. ജിപ്സി ഓറക്കിൾസ് ആണിത്. നമുക്ക് നോക്കാം എന്താ കാണിക്കുന്നത്. ഫോ എന്ന് പറഞ്ഞാൽ എനിമി എന്നാണ് അർത്ഥം, ഒരു ശത്രു. അതാണ് ഈ ഫോ, ഫ്രണ്ട് ഓർ ഫോ. അപ്പോൾ ഇത് ശത്രുവാണത്. അപ്പോൾ ഏതോ ഒരു ശത്രു നിങ്ങൾക്കുണ്ട്, നിങ്ങൾക്ക് എതിരെ പാര പണിയുന്ന ആരോ നിങ്ങളുടെ അടുത്തുണ്ട്, അതാണ് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കരിയറിൽ നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണ്? നിങ്ങളുടെ കരിയറിലെ ഓവറോൾ എനർജി എന്താണ്? നിങ്ങളുടെ കരിയറിലെ ഇപ്പോഴത്തെ എനർജി എന്താണ്? അതാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളുടെ കരിയറിലെ ഇപ്പോഴത്തെ എനർജി എന്താണ്? അതിൻ്റെ പേര് സ്പൂക്കി എന്നാണ്, കരിമ്പൂച്ചയാണ്. സ്പൂക്കി എന്ന പേര്. സ്പൂക്കി എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ പേടിപ്പെടുത്തുന്ന എന്നാണ് അർത്ഥം. സ്പൂക്ക്, നമ്മൾ പെട്ടെന്ന് പേടിച്ചു പോകും, അങ്ങനത്തെ അതാണ് പറയുന്നത്. കരിമ്പൂച്ച ആയതുകൊണ്ട് ഇട്ടതാണ് ഞാൻ. ചിലർ പറയും വീണ്ടും ഡിസൈനൊക്കെ അതുപോലെയാണ് ഇരിക്കണം എന്നൊക്കെ പറയും. പൂക്കി ഓവറോൾ എനർജിയാണ് കാണിക്കുന്നത്. 4 കാർഡ്സ് ഉണ്ട്, എടുക്കുകയാണ്. ക്വീൻ ഓഫ് സ്വേർഡ്സും 7 ഓഫ് വാൻഡ്സും 2 ഓഫ് കപ്സും. ഇതെടുക്കുന്നില്ല, കാരണം നേരത്തെ റീഡിങ്ങിൽ വന്നതാണ്. അപ്പം ഞാനത് ഭഗവാനെ കറക്റ്റായിട്ടുള്ള കാർഡ് തരണേ. ഓവറോൾ എനർജി യെല്ലോ സെലക്ട് ചെയ്തവരുടെ ഇപ്പോഴത്തെ
കരിയറിലെ ഓവറോൾ എനർജി എന്താണ്? ഹൈ പ്രീസ്റ്റസും 10 ഓഫ് വോൺസും സ്ട്രെങ്ത് കാർഡും ഒരു കാർഡും കൂടി വീൽ ഓഫ് ഫോർച്യൂൺ റിവേഴ്സാണ് വന്നിരിക്കുന്നത്. അപ്പം വീൽ ഓഫ് ഫോർച്യൂൺ റിവേഴ്സ് എന്ന് പറഞ്ഞാൽ ബാഡ് ലക്കാണ്. നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, മനസ്സിലാണോ? ഇവിടെ കാര്യങ്ങൾ നിങ്ങൾ കൈവിട്ടിരിക്കുകയാണ്, എന്തൊക്കെയോ നടക്കുന്നുണ്ട്, നിങ്ങൾക്കൊരു എത്തും പിടിയിൽ കിട്ടുന്നില്ല. ഹൈ പ്രീസ്റ്റസ് ഒരു മിസ്റ്ററി പോലെ. അപ്പം നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് കാര്യവിവരമുണ്ട്, കരിയറിനെ കുറിച്ച് നല്ല ബോധമുണ്ട്, ഇത് നിങ്ങൾ എന്ത് ജോലിയാണ് ചെയ്യുന്നത് അതിൽ നിങ്ങൾക്ക് അഗാധമായ നോളജ് ഉണ്ട്. പക്ഷേ പെട്ടെന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ കൈവിട്ട് പോയ പോലെ ഇത് ഭയങ്കര ബേർഡനായിട്ട് വരുന്നുണ്ട്. നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങളുടെ കൺട്രോളിലല്ല കാര്യങ്ങൾ, കൈവിട്ട കാര്യങ്ങളാണ്. പക്ഷേ നിങ്ങൾ ഇതിനെ അങ്ങോട്ട് എന്താ പറയുക, ഭയങ്കരമായിട്ട് ആൾക്കാരൊക്കെ ചിലപ്പോൾ നിങ്ങളോട് ദേഷ്യപ്പെടുന്നൊക്കെ ഉണ്ടാവും. അപ്പം നിങ്ങളുടെ തെറ്റുകൊണ്ടല്ല, മറ്റാരുടെ തെറ്റുകൊണ്ട്, അത് നിങ്ങൾ അതിൻ്റെ ആ റെസ്പോൺസിബിലിറ്റി എടുക്കേണ്ടി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു എന്താ പറയുക, നിങ്ങളുടെ ഉള്ളിലുള്ള ഭയം, ജോലി പോകുമെന്ന ഭയം, ഇതൊരു എന്താ പറയുക പ്രശ്നത്തിലേക്കാണ് പോകാൻ പോകുന്നത് എന്ന ഭയം നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ നോക്കുകയാണ് കേട്ടോ. അപ്പം നിങ്ങൾക്കൊരു ശത്രു ഉണ്ടെന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആരോ നിങ്ങൾക്ക് പാര പണിയുന്നുണ്ട്, മറ്റുള്ളവരോട് നിങ്ങളെ കുറിച്ചിട്ട് തെറ്റായ ഇൻഫർമേഷനൊക്കെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പക്ഷെ ഇത് ആരാന്ന് നിങ്ങൾക്കറിയില്ല, പക്ഷെ ആരോ ഇവിടെ കളിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളുടെ കൈവിട്ട് പോയിക്കാണ് കാര്യങ്ങൾ കേട്ടോ. സ്ട്രെങ്ത് കാർഡ് ഒരു ലിയോ സോഡിയാക് സൈൻ ആണ് സ്ട്രെങ്ത്. ഇവിടെ വെർഗോ പൈസസ് ഉണ്ട്, ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ ഉണ്ട്. നമുക്ക് ഈ സ്ട്രെങ്ത് കാർഡ് ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. എന്നുവെച്ചാൽ പുറമേ അഭിനയിക്കുന്ന ആരോ ഒരാൾ, പുറമേ അഭിനയിക്കുന്ന നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞിട്ടാണ്, പക്ഷേ നിങ്ങളുടെ പുറകിൽ നിന്നിട്ട് നിങ്ങൾക്ക് പണി തരുന്ന ഒരാളാണ്. അപ്പോൾ വേൾഡ് കാർഡ് ചിലപ്പോൾ ഇവർക്ക് കിട്ടാനുള്ളത് പ്രൊമോഷൻ നിങ്ങൾക്ക് കിട്ടാൻ പോകുമ്പോൾ നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങൾക്ക് പാര പണിയുന്ന ആരോളം സീക്രട്ടീവായിട്ട്, മനസ്സിലാവുണ്ടോ? അപ്പം നിങ്ങളുടെ ചിലപ്പോൾ ഫോറിനിൽ നിങ്ങൾക്ക് ഒരു ട്രെയിനിങ്ങിന് വേണ്ടി നിങ്ങൾ പുറത്തേക്ക് അയക്കാൻ മാനേജ്മെൻറ്റ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പോകാൻ പറ്റില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മാനേജ്മെൻറ്റിനെ പറഞ്ഞ് തിരിക്കുന്ന ആൾ. പുറമേ നോക്കുമ്പോൾ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടാണ്, നിങ്ങളുടെ നല്ല കാര്യം നല്ലതിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് തോന്നും, പക്ഷേ സീക്രട്ടായിട്ട് ഈ പേഴ്സൺ നിങ്ങൾക്ക് പാര വയ്ക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് നിങ്ങളുടെ ഓവറോൾ എനർജി. ആരാണെന്ന് നിങ്ങൾക്കൊരു പിടുത്തമില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇൻറ്റൻഷൻ പറഞ്ഞില്ല. അടുത്ത ചോദ്യം, നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണ്? ഇത് നിങ്ങളുടെ ഓവറോൾ എനർജിയാണ്. നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? നല്ല തണുപ്പാണ്, മഴയൊക്കെ പെയ്തിട്ട് നല്ല സുഖമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്നാണ് നോക്കുന്നത്. ഒരു 4 1 2 3 4 5 കാർഡ് കിട്ടിയിട്ടുണ്ട്. 2 ഓഫ് കപ്സും ക്വീൻ ഓഫ് കപ്സും റിവേഴ്സാണ്. പേജ് ഓഫ് കപ്സ് ഇമോഷൻസ് ആണ് ഇവിടെ കൂടുതൽ കാണിക്കുന്നത്. പിന്നെ ഒരു ഡിസിഷൻ എടുക്കണം. അപ്പം നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊരു പേടി നിങ്ങൾക്കുണ്ട്. നിങ്ങൾ ആളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ഓവറോൾ എനർജി ഇതാണ്, നിങ്ങളുടെ ആളെ തിരിച്ചറിഞ്ഞു. അപ്പം നിങ്ങളെ വളരെ ക്ലോസ് ആയിട്ട്, നിങ്ങളുടെ ആത്മാർത്ഥമായ ഒരു ഫ്രണ്ടാണെന്ന് വിചാരിച്ചിരുന്ന ആളാണ് നിങ്ങൾക്ക് പണി തന്നുകൊണ്ടിരിക്കുന്നത്. ആ പേഴ്സൻ്റെ ശരിക്കുള്ള സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലായി, എന്നുവെച്ചാൽ മറ്റാരോ നിങ്ങളോട് പറഞ്ഞു തന്നതാണ് അതിനെക്കുറിച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയില്ലായിരുന്നു, നിങ്ങൾ ഇവർ ഭയങ്കരമായിട്ട് വിശ്വസിച്ചിരുന്നതാണ്. പക്ഷെ നിങ്ങളെ പുറകിൽ നിന്ന് നിങ്ങൾക്ക് നല്ലോണം പാര വെച്ച ആളാണ്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായി ആരാണെന്ന്. അപ്പോൾ ഒന്നാമത് നിങ്ങളുടെ ഒരു വിശ്വാസ്യത നഷ്ടപ്പെട്ടു ഈ പേഴ്സണിൽ. നിങ്ങൾ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരുന്ന ഒരാളാണ് നിങ്ങൾക്കിട്ട് പാര വെച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സും അടുത്തിട്ട് നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കണം. ആ സിറ്റുവേഷനിലാണ് നിങ്ങളൊരു ഡിസിഷൻ എടുക്കണം. നിങ്ങൾ കമ്പനിയിൽ നിന്ന് പുറത്തേക്ക് പോകും. കാരണം ഇവിടെ ഒരു അബാൻഡ്മെൻറ്റ് കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളായിട്ട് സ്നേഹം അഭിനയിച്ച ഒരാളായിരിക്കാം, എന്നിട്ട് നിങ്ങൾക്ക് പാര വെച്ചതായിരിക്കും. അപ്പോൾ ഇവരോട് ആരൊക്കെയോ നിങ്ങളോട് സ്നേഹം അഭിനയിച്ചിട്ട് റിലേഷൻഷിപ്പിൽ വന്നിട്ട് മറ്റാരോ നിങ്ങളെക്കുറിച്ച് ഇവരോട് പറഞ്ഞു കൊടുത്തു. അങ്ങനെയാണ് ഇവർ നിങ്ങളെ ശത്രുവായിട്ട് മാറി. നിങ്ങൾക്ക് പക്ഷെ മനസ്സിലായില്ലത് ആദ്യം. ഇപ്പോഴാണ് നിങ്ങൾക്ക് കാര്യം മനസ്സിലായത്. ഇവർ നിങ്ങളുടെ ശത്രുവാണ്, മിത്രമല്ല. വെറുതെ ഇപ്പോൾ ഇവർക്ക് നിങ്ങളെ ഭയങ്കര ദേഷ്യമാണ്, നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ നിങ്ങളൊരു ഡിസിഷൻ എടുക്കണം. ഇത് ഭയങ്കര ഡിഫിക്കൽട്ടായ ഡിസിഷനാണ്. എന്ന് വെച്ചാൽ ഇവരുടെ കാര്യം കള്ളത്തരം പുറത്ത് പറയണം. ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഈ കമ്പനിയിൽ നിന്ന് ഇറങ്ങിപ്പോകണം. എന്നുവെച്ചാൽ നിങ്ങൾക്കിവിടെ ഫ്യൂച്ചറില്ല, അത്രയും നിങ്ങളെ ചീത്തപ്പേരാക്കി ഇവിടെ.
അതല്ലെങ്കിൽ നിങ്ങൾ ഇവരുടെ കള്ളി വെളിച്ചത്താക്കണം. പക്ഷെ നിങ്ങൾ അങ്ങനത്തെ ഒരു മൈൻഡുള്ള ആളല്ല. മനസ്സിലായി? നിങ്ങൾ ഇവരെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിറ്റുവേഷൻ ആളാണ്. അപ്പോൾ ഇവർക്ക് പാര വയ്ക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു നേച്ചർ ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് പുറത്തേക്ക് പോകണം, ഇനി എനിക്ക് ഇവരെ ഒന്നും ഫേസ് ചെയ്യാൻ വയ്യ, മതിയായി എന്നാണ് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഡിസിഷൻ എടുക്കാനായിട്ടുള്ള ആ ഒരു സമയമാണിത്. നിങ്ങൾ ഡിസിഷൻ എടുക്കാനായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ജൂലൈയിൽ എന്താ നടക്കാൻ പോകുന്നത് നോക്കാം നമുക്ക്. അന്ന് ഡിസിഷൻ ഇപ്പോൾ തൽക്കാലം എടുക്കണ്ട. ജൂലൈയിൽ എന്താണ് നടക്കാൻ പോകുന്നത് അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഡിസിഷൻ എടുത്താൽ മതി. ജൂലൈയിൽ എന്താണ് നടക്കാൻ പോകുന്നത്, ജൂലൈ 2024 എന്താണ് നടക്കാൻ പോകുന്നത്. കിങ് ഓഫ് സ്വേർഡ്സ്. ചിലപ്പോൾ നിങ്ങൾക്കെതിരെ ഒരു അന്വേഷണം വരാൻ ഇടമുണ്ട്. ചിലപ്പോൾ ഫിനാൻസിൻ്റെ കാര്യത്തിലൊക്കെ ആണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും തീരുമാനം ചെയ്തു എന്നൊക്കെയാണ് പറയാൻ പോകുന്നതെങ്കിൽ ഇവിടെ ഒരു അന്വേഷണം വരാൻ വഴിയുണ്ട്. അപ്പോൾ ഈ അന്വേഷിക്കുന്ന ആൾ ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണ്. നിങ്ങൾക്ക് ഒരു തരത്തിലും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റാത്ത ഒരു ക്യാരക്ടറാണ് ഇവിടെ വരാൻ പോകുന്നത് അന്വേഷണത്തിന് കേട്ടോ. അപ്പോൾ നിങ്ങളപ്പോഴേക്കും ഭയങ്കരമായിട്ട് മനസ്സ് മടുക്കും. നിങ്ങളുടെ ഇവയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് പേടിയാവുകയും ചെയ്യും. നിങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ഇതൊരു വലിയ പണിയാണെന്ന് നിങ്ങൾക്ക് തോന്നും കേട്ടോ. അപ്പം നിങ്ങൾ ഇതിൽ നിന്ന് മാറി നിൽക്കാൻ നോക്കുമ്പോൾ ഇവിടെ ഒരു ഡിസപ്പോയിൻമെൻ്റാണ് നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ അത്ര വിശ്വാസ്യതയോടെ കൂടിയാണ് ഈ പേഴ്സൺ, ഈ നിങ്ങളെ പാര വെച്ച ആൾ ഈ സിറ്റുവേഷനിൽ പറഞ്ഞു. എന്തായാലും സിറ്റുവേഷൻ ഭയങ്കര മോശമാണ് കേട്ടോ, ഭയങ്കര മോശമാണ്. നിങ്ങളിവിടെ ഒന്ന് പറയാണ്ട്, മാനേജ്മെൻറ്റിനോട് പറയാണ്ട് ഇറങ്ങി പോകാനൊക്കെ പ്ലാൻ ഇടും. പക്ഷേ മാനേജ്മെൻറ്റ് പറയുന്നത്, നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ സത്യം പറയണം എന്നാണ് പറയുന്നത് മാനേജറിനോട്. നിങ്ങൾ ഇറങ്ങി പൊക്കോളൂ ഇവിടുന്ന്. പക്ഷേ നടന്ന കാര്യം അവരോട് പറയുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിനൊരു ലാഘവത്വം ഉണ്ടാവുള്ളൂ. എന്നിട്ട് നിങ്ങൾക്ക് അവർ എന്താണ് റിപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കുക. നിങ്ങൾക്ക് അവർ ഇവിടെ നിൽക്കാനുള്ള ചാൻസ് നിങ്ങൾക്ക് തരികയാണെങ്കിൽ നിങ്ങളുടെ ഡിസിഷനായിട്ട് മാറും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിൽക്കാം. മനസ്സ് മടുത്തെങ്കിൽ നിങ്ങൾക്ക് ഇതിന്ന് പുറത്തേക്ക് പോകാം. എന്തായാലും ഒരു ഹാർട്ട് ബ്രേക്കാണ് ജൂലൈയിൽ വരാൻ പോകുന്നത്. കാരണം ഭയങ്കരമായിട്ട് പ്രശ്നത്തിലാണ് നിങ്ങൾ കേട്ടോ. അപ്പോൾ ഒളിച്ചോടേണ്ട കാര്യമില്ല. നിങ്ങൾ നേരിട്ട് അവരോട് കാര്യം പറയുക. എന്നിട്ട് ഇവിടെ ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടാവും. മിക്കവാറും മാനേജ്മെൻറ്റ് ഇത് ആക്സെപ്റ്റ് ചെയ്യില്ല. കാരണം നിങ്ങളുടെ ഒരാളുടെ വാക്കാണ് ഇത്രയും പേരുടെ എഗെയിൻസ്റ്റ് വരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പണി കിട്ടാൻ വഴിയുണ്ട്. വലിയൊരു ഹാർട്ട് ബ്രേക്ക് കാണിക്കുന്നത് ഭയങ്കര ഇമോഷണൽ പ്രശ്നമാവും നിങ്ങൾക്കിവിടെ. നിങ്ങൾ ഡിപ്രഷനിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. കാരണം എല്ലാവരും നിങ്ങളെ എതിർക്കും. മാനേജ്മെൻറ്റ് ചിലപ്പോൾ നിങ്ങൾ പറയുന്നത് കേൾക്കില്ല. ഞാനത് ഈ 3 of Swords ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കട്ടെ. 3 of Swords ക്ലാരിഫൈ ചെയ്യുമ്പോൾ 2 of Wands, Knight of Wands. ഓക്കെ, നിങ്ങളേക്ക് ഈ പാര വെച്ചേക്കുന്ന ആൾക്കാർ മറ്റുള്ളവരെയും കുപ്പിയിൽ ഇറക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവരും മറ്റുള്ളവരെ എല്ലാം പറഞ്ഞ് പാട്ടിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു സ്ത്രീ എനർജി ആണെങ്കിൽ, നിങ്ങൾ ഒരു പുരുഷ എനർജി ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ അധികം സക്സസ്ഫുൾ ആവാൻ പറ്റില്ല. മനസ്സിലാവുണ്ടോ? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പറയാനുള്ള പറയുക. പക്ഷെ നിങ്ങൾ പ്ലാൻ ചെയ്ത് വെക്കുക ഇവിടെ നിന്ന് പോകാനായിട്ട്. അപ്പോൾ അതിനു മുമ്പ് നിങ്ങളൊരു ജോലി കണ്ടുപിടിക്കണം. ജോലിക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങിക്കോളാനാണ് പറയുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ ചേഞ്ചും ഇവിടെ എക്സ്റ്റേണൽ ഫോഴ്സസിൻ്റെ പ്രശ്നവും സെൽഫ് കെയറിൻ്റെ കാര്യമൊക്കെ പറയുന്നത് റൈറ്റ് മൊമെൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ജോലി ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതാണ് റൈറ്റ് മൊമെൻറ്റ്. നിങ്ങൾ അപ്ലൈ ചെയ്ത് തുടങ്ങിക്കോളൂ എന്നാണ് പറയുന്നത്. ജൂലൈയിലാവുമ്പോഴേക്ക് പ്രശ്നങ്ങൾ വഷളാകും. നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ പേഴ്സൺ ഭയങ്കരമായിട്ടുള്ള ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ മുൻകൂട്ടി അറിഞ്ഞിട്ടാണ് ഈ പേഴ്സൺ പാര വെച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ചാൻസ് കുറവാണ്. ഇനി ഇത് നിങ്ങൾ ഇതിന് ഒളിച്ചോടണ്ട, കാര്യം പറഞ്ഞേക്കുക. എന്ന് വെച്ചാൽ ഒളിച്ചോടിക്കഴിഞ്ഞാൽ നമ്മൾ കള്ളന്മാരാവും, നിങ്ങൾ തെറ്റ് ചെയ്തു എന്നാവും. അതല്ല, നിങ്ങൾ ഫേസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ധൈര്യത്തോടെ ഇറങ്ങിപ്പോരുക. അല്ലാണ്ട് ഒളിച്ചോടണ്ട. മീൻസ് അവരോട് പറയാതെ, മാനേജ്മെൻറ്റിനോട് പറയാണ്ട് പോകണ്ട. നിങ്ങൾക്ക് പറയാനൊരു കാര്യമുണ്ട്, ഞാൻ ചെയ്തിട്ടില്ല തെറ്റ്. ഇനിയിപ്പോൾ ഇതിൽ ഈ പേഴ്സണെ ഇൻഫ്ലുവൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പേഴ്സണും അതുപോലെ തന്നെ പണി തരും നിങ്ങൾക്ക്. മെയിൽ എനർജീസിൽ ഇവർ ഫീമെയിൽ എനർജി ആണെങ്കിൽ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് ഇവിടെ? നിങ്ങൾക്കുള്ള ഗൈഡൻസ് ടെമ്പറൻസ്. എല്ലാം ബാലൻസ് ഇല്ലാതെ പോലും കോൺട്രിബ്യൂഷൻസ് ഈക്വൽ അല്ല. അപ്പോൾ നിങ്ങളിവിടെ നോക്കണ്ട, ഇനി ഇവിടെ കണ്ടിന്യൂ ചെയ്യണ്ട. നിങ്ങൾക്ക് അവിടെ ഒരു ഫ്യൂച്ചർ ഇല്ല. ഇവിടെ സെൽഫ് കെയർ ആണ് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക കേട്ടോ. അപ്പോൾ
നിങ്ങൾ മുമ്പോട്ട് പോകേണ്ട, നിങ്ങളുടെ ഇവിടെ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ചിലപ്പോൾ ഇവർ നിങ്ങളെ സസ്പെൻഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സസ്പെൻഡ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ പേപ്പർ ഇടുകയാണ്, കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ റിസൈൻ ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് ക്രെഡിബിലിറ്റി ഉണ്ട്. ഒരു കമ്പനി നിങ്ങളെ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്കൊരു നെഗറ്റീവ് മാർക്കാണ്. അപ്പം നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നതാണ് നല്ലതെന്നാണ് പറഞ്ഞത്. അവർ പറഞ്ഞു വിടാൻ വേണ്ടി വെയിറ്റ് ചെയ്യണ്ട, നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുക. കാരണം നിങ്ങൾക്ക് വാലിഡ് റീസൺ ഉണ്ടല്ലോ, കമ്പനിയുടെ മുമ്പിൽ നിങ്ങൾക്കൊരു ബ്ലാക്ക് മാർക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇറങ്ങാനുള്ള ഇതുണ്ട്. ഇപ്പം മൊത്തത്തിൽ താറുമാറായിട്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ മാനേജ്മെൻറ്റിനോട് സംസാരിച്ച് നിങ്ങൾ ഇറങ്ങണം എന്നാണ് പറയുന്നത്. അതാണ് ഇവിടെ ചേഞ്ചും ഇതെല്ലാം കാണിക്കുന്നത്. ഒരു നിങ്ങൾ ഫീമെയിൽ എനർജിയാണ് നിങ്ങൾക്ക് ശത്രുവായിട്ടുള്ളത് കേട്ടോ. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, സാജിറ്റേറിയസ്, എക്വേറിയസ്, ലിബ്ര, ജെമിനി, എക്വേറിയസ്, ലിബ്ര, ജെമിനി, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. പക്ഷെ ഇവിടെ വരുന്നത് ആ അന്വേഷണത്തിന് വരുന്ന ആൾ കുറച്ചും കൂടെ സ്ട്രോങ് വിൽഡ് ആയ ഒരാളാണ്. ചിലപ്പോൾ അത് സത്യം കണ്ടെത്തും. പക്ഷെ നിങ്ങൾ അതുവരെ വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല, നിങ്ങളുടെ ക്രെഡിബിലിറ്റി പോയി കമ്പനിയിൽ. അക്വേറിയസ്, ലിബ്ര, ജെമിനി, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, അത് നല്ലതിനായിരിക്കാം. നിങ്ങളല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങില്ല, ഇവിടെ തന്നെ നിൽക്കും. അക്വേറിയസ്, ലിബ്ര, ജെമിനി, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, വെർഗോ, പൈസസ്, ടോറസ്, ലിയോ, അക്വേറിയസ്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ, ക്യാൻസർ, ലിയോ. ഇത്രയുമാണ് സോഡിയാക് സൈൻസ് കണ്ടത്. അതാണ് യെല്ലോ സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള റീഡിങ്. ഇനി ഞാൻ പോകാൻ പോകുന്നത് റെഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ്, ലാസ്റ്റ് റീഡിംഗ് ആണ്. നമുക്ക് ആദ്യം ഓറക്കിൾ മെസ്സേജ് നോക്കാം. നിങ്ങളുടെ കരിയറിനെ സംബന്ധിച്ചിട്ടുള്ള റീഡിംഗ് ആണ്. ഇത് എംബ്രേസ് ചേഞ്ച് ഓഫ് പ്ലേസ് വിത്ത് കോഷൻ എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു പുതിയ ലൈഫിലേക്ക് പുതിയ എന്തെങ്കിലും കാര്യം വരികയാണെങ്കിൽ, പുതിയ സ്ഥലം മാറ്റം, നിങ്ങൾ പുതിയ സ്ഥലത്തേക്ക് പോവുകയാണ്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയൊരാൾ വരികയാണ്, പുതിയ കാര്യങ്ങൾ നിങ്ങൾ നടക്കുകയാണെങ്കിൽ നിങ്ങളതൊന്ന് ശ്രദ്ധിച്ച് ഒന്ന് കൈകാര്യം ചെയ്യണം എന്നാണ് പറയുന്നത്. പിന്നെ സംസാരിക്കുമ്പോൾ, മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് സംസാരിക്കണം, വാക്കുകൾ ഉപയോഗിക്കണം. പിന്നെ എന്തോ ആഘാതങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാം, പരീക്ഷണങ്ങളെന്ന് ഞാൻ പറയുള്ളൂ. നമ്മളതെങ്ങനെ എതിരിടും, അതാണ് നമ്മളെ നോട്ടം. ചിലപ്പോൾ നല്ല കാര്യങ്ങൾ നടക്കുന്നതിന് മുമ്പ് നമ്മളെ നന്നായിട്ട് ദൈവം പരീക്ഷിക്കും, എത്ര കാലിബർ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനൊരു സിറ്റുവേഷൻ വരുന്നുണ്ട്. പിന്നെ ദൈവം നമ്മളെ ഉള്ളിലിരുന്ന് വഴി കാണിക്കുമ്പോൾ അതിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ ഡെഡിക്കേഷൻ, എന്ത് ചെയ്യുമ്പോഴും ആത്മാർത്ഥതയോട് ചെയ്യുക, ശുദ്ധമായ മനസ്സോട് ചെയ്യുക, ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്യുക. ആർക്കാണ്ടും വേണ്ടി ചെയ്യുന്ന പോലെ ചെയ്യരുത്. യൂണിവേഴ്സൽ സൗണ്ട് ഓം എന്ന് പറഞ്ഞ ശബ്ദം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നമ്മളുടെ ക്രൗൺ ചക്ര ക്ലിയർ ചെയ്യാനായിട്ട്, നർച്ചർ ചെയ്യാനും അത് ശുദ്ധീകരിക്കാനൊക്കെ യൂസ്ഫുള്ളാകും. പിന്നെ ക്രോസ് റോഡ്, നിങ്ങളൊരു വഴിത്തിരിവിലാണ്, ഇതാണ് മെയിൻ. നിങ്ങളൊരു വഴിത്തിരിവിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ അവിടെ റൈറ്റ് പാത്ത് ചൂസ് ചെയ്യണമെങ്കിൽ അത് ദൈവത്തിൻ്റെ സഹായം വേണം. അപ്പോൾ ദൈവത്തിനോടുള്ള ഒരു ഭക്തി മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം, ദൈവാനുഗ്രഹം ഉണ്ടാവണം നമുക്ക് കേട്ടോ. അതാണ്. പിന്നെ ഇത് ജിപ്സി ഓറക്കിൾസ് ആണ്, മെറ്റീരിയലിസ്റ്റിക് ഗൈഡൻസ് ആണിത്. നമ്മുടെ ജീവിതത്തിൽ അവരുടെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. ഓ റൈറ്റ്. അപ്പം നമുക്ക് ഈ ഒരു ഓറക്കിൾ മെസ്സേജ്, നല്ല മഴ പെയ്യുന്നുണ്ട്, ഇന്ന് മൊത്തം മഴയായിരുന്നു. നല്ലതാണ്, ഞാൻ കംപ്ലൈൻറ്റ് ചെയ്യേണ്ടതാണ്, പെയ്തോട്ടെ. ഓക്കെ, ലെറ്ററാണ്. നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ഒരു ലെറ്റർ, ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് വരുന്നുണ്ടെന്നാണ് കാണിക്കുന്നത്. പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, അതിനനുസരിച്ച് നിങ്ങളുടെ ലൈഫ് മാറുമായിരിക്കാം. എന്തായാലും ഞാൻ നിങ്ങളുടെ കരിയറിലെ ഇപ്പോഴത്തെ എനർജി എന്താണെന്ന് നോക്കട്ടെ. ആദ്യം അറിയാം
കുറച്ച് കാർഡ്സ് ഉണ്ട്, നോക്കാം. ഓക്കെ, നമുക്ക് 7 of Swords, Devil Energy റിവേഴ്സ്, Ace of Wands റിവേഴ്സ്. അപ്പോൾ ഇവിടെ കാര്യങ്ങൾക്കൊക്കെ ഒരു മന്ദതയാണ്. വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, ഒന്നും ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ഇല്ല. ആരെ ചതിക്കുകയോ വഞ്ചിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്, ഒരു ബിട്രയൽ, ഒരു മോഷണം നടക്കുക, നമ്മളുടെ ഡേറ്റ മോഷ്ടിക്കപ്പെടുക, നമ്മളുടെ പണം മോഷ്ടിക്കപ്പെടുക, ഐഡിയാസ് മോഷ്ടിക്കപ്പെടുക, മനസ്സിലായോ? അങ്ങനെ എന്തൊക്കെയോ നടന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ പക്ഷേ നിങ്ങൾ അതിൽ നിന്നൊക്കെ ഡിറ്റാച്ച്ഡ് ആയിട്ടുണ്ട്, ഫ്രീഡം ഉണ്ട് നിങ്ങൾക്ക്. ഇത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ അഡിക്ഷൻ ആയിരുന്നു, എന്തിലൊക്കെയോ. ചിലപ്പോൾ നിങ്ങൾക്ക് ആരോടും അഡിക്ഷൻ ഉണ്ടായിട്ടുണ്ട്, ഒബ്സസീവ്. അവർ ശരിക്കും നിങ്ങളെ യൂട്ടിലൈസ് ചെയ്തു എന്നാണ് കാണിക്കുന്നത്. അതാണ് ഈ എനർജി. പക്ഷേ അതിൽ നിന്ന് നിങ്ങൾ വിട്ടു പോവുകയാണ്, നിങ്ങൾ കാര്യങ്ങൾ പിടുത്തം കിട്ടി. അപ്പോൾ പണ്ടത്തെ പോലെയുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് നിങ്ങൾ ആ പേഴ്സണോട് ഇല്ല. ഇപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് വിട്ടു പോരുകയാണ് കേട്ടോ. അതാണ് ഡബിൾ ലിമിറ്റ് റിവേഴ്സ് വന്നത്. നമ്മൾ കൺട്രോൾ, നെഗറ്റീവ് എനർജീസിൻ്റെ കൺട്രോളിൽ നിന്ന് വിട്ടു പോകുക, ഇതാണ്. പക്ഷേ ഇവരുടെ കൂടെ ആയിരുന്നപ്പോഴാണ് നിങ്ങൾക്ക് കുറച്ചും കൂടെ മോട്ടിവേഷൻ തോന്നി. ചിലപ്പോൾ ഇവരോട് പ്രൂവ് ചെയ്യാൻ, നമ്മളുടെ കപ്പാസിറ്റി പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ ഓരോ കാര്യങ്ങൾ ഓഫീസിൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പക്ഷേ അവരിങ്ങനെ ചെയ്തപ്പോൾ, നിങ്ങളുടെ ഐഡിയാസൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോയപ്പോൾ നിങ്ങൾക്ക് ഒരു മനസ്സ് മടുത്തു. അപ്പോൾ അതുകൊണ്ടൊരു മോട്ടിവേഷൻ ഒന്നും ഇല്ലാതിരിക്കുകയാണ് നിങ്ങൾ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണ്? കരിയറിലെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് നിങ്ങളുടെ? ഭയങ്കര ദേഷ്യമാണ് നിങ്ങൾക്ക്. നിങ്ങളുടെ എനർജിയൊക്കെ സ്കാറ്റേർഡ് ആയിട്ട് പോയ പോലെ, ഡിലേസ്, ഫ്രസ്ട്രേഷൻ. പിന്നെ നിങ്ങൾ ആരോ എന്താ കൺട്രോൾ ചെയ്യാൻ പോകുന്ന പോലെ ഒരിതുണ്ട്, മനസ്സിലായോ? എന്ന് വെച്ചാൽ ഇത് ടൈമിങ് ഒരു കാർഡാണിത്. ഇന്നർ സ്ട്രെങ്ത് നമ്മൾ പറയും, കറേജ്, പാഷൻ, സട്ടിൽ പവർ. പക്ഷേ ഇത് ശരിക്കും സിംഹത്തിന് വളരെ പവർഫുള്ളാണ് സിംഹം. ആ സിംഹത്തിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഈ സ്ത്രീ അവരെങ്ങനെ അടിക്കുകയല്ല, ഉപദ്രവിക്കുകയല്ല, ഒന്നുമില്ല, വളരെ എന്താ പറയുക, വളരെ സ്നേഹത്തോടെയാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്. പക്ഷെ കൺട്രോൾ ഏത് വിധത്തിലുള്ള കൺട്രോളാണെങ്കിലും അത് പണിയാവും, മനസ്സിലാവുണ്ടോ? അപ്പോൾ നിങ്ങളെ ആരോ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിലുള്ള കപ്പാസിറ്റി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കരിയറിലുള്ള ഫ്യൂച്ചർ, നിങ്ങൾക്ക് ജോലിയിൽ പുരോഗതി ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ എന്തെങ്കിലും കാര്യം നിങ്ങളുടെ മനസ്സിലൊരു ഐഡിയ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലും കൂടുതൽ പ്രോഫിറ്റ് കിട്ടും, ഇതിലും കൂടുതൽ ആൾക്കാർക്ക് ജോലി കൊടുക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ അത് നടത്താതിരിക്കാനായിട്ട് ആരോ ഒരാൾ നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ മനസ്സിലേക്ക് നെഗറ്റീവ് തോട്ട്സാണ് വരുന്നത്, നിങ്ങളുടെ ഉള്ളിൽ പേടി ജനിപ്പിക്കുന്നവർ, മനസ്സിലാവുണ്ടോ? അപ്പം നിങ്ങൾക്ക് പാഷനറ്റ് ആയിട്ട് ഒരു പ്രോജക്റ്റിലേക്ക് ഇറങ്ങിത്തിരിക്കണം എന്നുണ്ട്. പക്ഷേ ഇവിടെ ആരോ നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ നെഗറ്റീവ് സൈഡാണ് പറയുന്നത്. നിങ്ങളുടെ കൂടെയുള്ള ആരോ ഒരാളാണ് നെഗറ്റീവ് സൈഡാണ് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക്. എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ആയാൽ എന്ത് ചെയ്യും, ഇത് കേസായാൽ എന്ത് ചെയ്യും, ഇത് പ്രോജക്റ്റ് വിജയിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും, പണത്തിൻ്റെ നഷ്ടം ഉണ്ടാവും, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ഒരു ഡബിൾ എനർജി പിന്നെയും വന്നിരിക്കുന്നുണ്ടോ? ഒരു ഡബിൾ എനർജി നിങ്ങളെ ബ്ലോക്ക് ചെയ്യാൻ നിൽക്കുന്നത്. പക്ഷെ നിങ്ങൾ അതിൽ നിന്ന് വിട്ടു പോരാനാണ് ആഗ്രഹിക്കുന്നത്. ഇത് ഭയങ്കരമായിട്ട് ലിമിറ്റിങ് ചെയ്യുന്ന, നിങ്ങളുടെ കപ്പാസിറ്റിയെ കൺട്രോൾ ചെയ്യുന്നൊരു എനർജിയാണ്. അതൊരു തരത്തിൽ നിങ്ങളിത് പിടിപിടിക്കിച്ച് പോകുന്നതാണ്. പക്ഷെ എന്നാൽ ഈ സിറ്റുവേഷനിൽ ഇപ്പോഴും ഉണ്ടത്, മനസ്സിലായി? നിങ്ങൾക്കത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് വിട്ടു പോരാൻ പറ്റുന്നില്ല. നിങ്ങളുടെ ആ ഒരു ഫുൾ കപ്പാസിറ്റിയിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റുന്നില്ല. കാരണം നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ നിങ്ങളെ കൺട്രോൾ ചെയ്ത് ലിമിറ്റ് ചെയ്ത് കൊണ്ടുവരികയാണ് കരിയറിൽ. കാരണം നിങ്ങൾ ചെയ്യുന്നതിൻ്റെ ക്രെഡിറ്റൊക്കെ വേറെ ആൾക്കാരെടുക്കുന്നത്. അപ്പോൾ ആ ക്രെഡിറ്റ് എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ അവർ നിങ്ങളെ കൊണ്ട് നടത്തുകയില്ല, മനസ്സിലായി? അത് ചെയ്യാൻ സമ്മതിക്കില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനാണ് നിങ്ങളുടെ. പക്ഷെ അതിനൊരു അവസാനം വരുന്നുണ്ടെന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ അതിനുള്ള വഴി നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇതിനെങ്ങനെ രക്ഷപ്പെടാമെന്ന്. വളരെ പാഷനറ്റായിട്ട് നിങ്ങളൊരു പ്രോജക്റ്റ് കൊണ്ട് നടക്കുന്നുണ്ട്. പക്ഷേ മറ്റേ ആൾ ഇത് സമ്മതിക്കുന്നില്ല. ചില സമയത്ത് ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിലും എന്ത് പറ്റുമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ബിസിനസ് തുടങ്ങാൻ ഹസ്ബൻഡ് ആഗ്രഹിക്കുന്നുണ്ട്, ബിസിനസ് തുടങ്ങി, അല്ലെങ്കിൽ ഒരു കരിയർ ഹസ്ബൻഡ് ആഗ്രഹിക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. കരിയർ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹസ്ബൻഡിനെ പിടിച്ചാൽ കിട്ടില്ല.
ഭാര്യയുടെ അതിന് അകന്നു പോകുന്നൊക്കെ പേടിച്ചിട്ട് ചില ഭാര്യമാർ അതിന് എന്താ വിലങ്ങുതടി ആവാറുണ്ട്. ഇതൊക്കെ എനിക്ക് റീഡിങ്സിൽ കൂടെ അറിയാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അപ്പം അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ ആണോ എന്ന് അറിയില്ല. എന്തോ ഒരു വളരെ നിങ്ങളെ കൺട്രോൾ ചെയ്യാനൊരു എനർജി ട്രൈ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ അത് സ്നേഹത്തിൽ കൂടെ കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്കത് മനസ്സിലാവാത്തതായിരിക്കാം. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ എന്താണ് ജൂലൈ 2024 എന്താണ് നടക്കാൻ പോകുന്നത്? നിങ്ങൾക്കൊരു ലവ് ഓഫർ വരുന്നുണ്ട്. ലവ് ഓഫർ നോക്കട്ടെ. നിങ്ങൾക്കൊരു ഓഫർ വരുന്നുണ്ട്. പക്ഷെ അതൊരു കിങ് ഓഫ് കപ്സ് എന്നാണ്. ജൂലൈയിൽ നിങ്ങൾക്ക് വരുന്ന ഓഫർ നിങ്ങൾ റിജക്റ്റ് ചെയ്യും. അതെന്താ കാര്യം? അത് മറ്റുള്ളവർ നിങ്ങൾ പാരവയ്ക്കുന്നതാണോ? ചേട്ടാ പണിയാവുമല്ലോ. ഏസ് ഓഫ് കപ്സും കിങ് ഓഫ് കപ്സും 4 ഓഫ് കപ്സും എല്ലാം ഇമോഷണൽ, മൊത്തം ഇമോഷണലാണ് ജൂലൈയിൽ കാണിക്കുന്നത്. നിങ്ങൾ എന്തിനാ റിജക്റ്റ് ചെയ്യുന്നത്? അപ്പം നിങ്ങൾക്ക് ഈ കൺട്രോളിൽ നിന്ന് നിങ്ങൾ പോന്നിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. 4 ഓഫ് കപ്സും പിന്നെ ഓക്കെ 4 ഓഫ് വാൻഡ്സ് റിവേഴ്സ്. ഇത് ഈ 4 ഓഫ് വാൻഡ്സ് എന്ന് പറഞ്ഞാൽ ഹാർമണിയാണ്. ഒരു റിലേഷൻഷിപ്പിൻ്റെ ഹാർമണി, വളരെ സന്തോഷമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ. പക്ഷേ ഇത് റിവേഴ്സാണ് വരുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ ഭയങ്കരമായ അടുത്ത ഒരു സിറ്റുവേഷൻ, അടുപ്പമുള്ള ഒരാളിൽ നിന്ന് നിങ്ങൾ അകന്നു പോകും ജൂലൈയിൽ. ആ പേഴ്സണാണ് നിങ്ങൾക്കൊരു ഓഫർ തരാൻ പോകുന്നത്. പക്ഷെ നിങ്ങൾക്ക് അവരോട് സ്നേഹമില്ല. അവർ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കുന്നതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ജൂലൈയിൽ അവർ നിങ്ങളോട് പ്രപ്പോസ് ചെയ്യും. ആണാണോ പെണ്ണാണോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ എന്താണ് കാണുന്ന ആൾ ഏത് ജെൻഡറാണെന്ന് എനിക്കറിയില്ല. എന്തായാലും നിങ്ങൾക്കൊരു ലവ് ഓഫർ വരും. ഒരു രാജാവ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ മാനേജറൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പൊസിഷനിലുള്ള ഒരാളാണ്. അപ്പോൾ പക്ഷെ നിങ്ങൾ റിജക്റ്റ് ചെയ്യുന്ന ഓഫർ, കാരണം നിങ്ങൾക്ക് ആ പേഴ്സണെ വിശ്വാസമില്ല. എന്നിട്ട് നിങ്ങൾ ആ സിറ്റുവേഷനിൽ കംപ്ലീറ്റ് ആയിട്ട് ഇറങ്ങും. അപ്പോൾ നിങ്ങളുമായിട്ട് ഇപ്പോൾ അടുപ്പമുള്ള ആൾ തന്നെയാണ്, പക്ഷെ ഇവിടെ റിലേഷൻഷിപ്പിലേക്ക് ഡെവലപ്പ് ചെയ്തിട്ടില്ല. മനസ്സിലായി? പക്ഷേ ജൂലൈ ആകുമ്പോൾ ആ പേഴ്സൺ ഒന്ന് റിലേഷൻഷിപ്പിലേക്ക് ഡെവലപ്പ് ചെയ്യാൻ നോക്കും. നിങ്ങളെ മൊത്തത്തിൽ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു എനർജിയാണിത്. ഇപ്പോൾ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അത് കഴിയുമ്പോൾ കുറച്ച് മാനിപ്പുലേറ്റീവായ, വളരെ ഡിപ്ലോമാറ്റിക്കായിട്ട് പെരുമാറുന്ന ഒരു ഭയങ്കര കണ്ണിങ് ആയിട്ടുള്ള എനർജിയാണിത്. അപ്പോൾ ജൂലൈയിൽ അവർ നിങ്ങളോ ലവ് ഓഫർ ചെയ്യും, ഒരു പ്രപ്പോസൽ തരും. പക്ഷെ നിങ്ങളത് റിജക്റ്റ് ചെയ്തിട്ട് ഈ റിലേഷൻഷിപ്പ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ബ്രേക്ക് ആക്കും. എന്നുവെച്ചാൽ ഓഫീസിൽ നിങ്ങളെ കൺട്രോൾ ചെയ്യും, നിങ്ങളുടെ ഫ്യൂച്ചറിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണിത്. നിങ്ങളെ കൊണ്ട് ഒരു നല്ല കാര്യം ചെയ്യിക്കാത്ത ഒരു ക്യാരക്ടർ. ഓക്കെ, ഇങ്ങനെയാണ് ഈ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. Two of Pentacles, 4 of Swords, Knight of Pentacles ആണ് വന്നിരിക്കുന്നത്. 2 of Pentacles നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യാൻ പഠിക്കണം. മനസ്സിലായി? നിങ്ങൾക്ക് എന്താണ് ഇമ്പോർട്ടൻറ്റ് ഇത് നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ഓവറായിട്ട് എക്സേർട്ട് ചെയ്യരുത്. അവർ പറയും ഇന്ന കാര്യം ചെയ്താൽ മതി, മറ്റേ കാര്യം ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ ഓടി നടക്കും ആ കാര്യം ചെയ്യാൻ വേണ്ടി. അതിൻ്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾ അവരുടെ പ്രയോറിറ്റി അല്ല, നിങ്ങളുടെ പ്രയോറിറ്റി എന്താണ്, നിങ്ങൾക്ക് ആരാണ് ഇമ്പോർട്ടൻറ്റ്, നിങ്ങൾക്ക് എന്താണ് ഇമ്പോർട്ടൻറ്റ്, അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ നിങ്ങളുടെ കൂടെയുള്ള ഇപ്പോൾ ഉള്ള ആൾ, നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ആൾ പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഓടി നടക്കരുത്. നിങ്ങൾ കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യണ്ടെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണ്ട. ആര് ഫോഴ്സ് ചെയ്താലും നിങ്ങൾ ചെയ്യണ്ട, ആരും നിങ്ങളെ ഫോഴ്സ് ചെയ്യില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങളോട് അവർ ചെയ്യണ്ടെന്ന് പറയുന്ന കാര്യങ്ങൾ അവരുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടായിരിക്കാം.
അത് നിങ്ങൾ ചെവിക്കൊള്ളണ്ട. നിങ്ങളുടെ മനസ്സെന്താണ് പറയുന്നത് ആ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. അത് അവർ ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്തോളൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. മനസ്സിലായോ? പതുക്കെ നിങ്ങൾ കൂടുതൽ റെസ്പോൺസിബിൾ ആവും, കൂടുതൽ എഫിഷ്യൻ്റ് ആവും. ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ സീനിയർ ആയിട്ടുള്ളവർക്ക് അപ്പോൾ അവർ ചിലരുണ്ടല്ലോ ആൾക്കാരെ മിസ്ലീഡ് ചെയ്യുക, വഴി തെറ്റിക്കുക. എന്ന് വെച്ചാൽ ഇപ്പോൾ മാനേജ്മെൻറ്റിന് സീനിയർ ആയിട്ട് ഒരാളുണ്ട്, അവർക്ക് ക്രെഡിറ്റ് വേണം, നിങ്ങൾക്ക് ക്രെഡിറ്റ് പാടില്ല. അപ്പോൾ അവരെന്ത് പറയും, ശരിക്കുള്ള വഴി ഇതാണെങ്കിൽ അവർ ഈ വഴിക്ക് വിടും നിങ്ങളെ. അപ്പോൾ നിങ്ങൾ പ്രശ്നങ്ങളിലേക്ക് പോകും. ഇവർക്കറിയാം ഇതാണ് ശരിയായ വഴി, ഇവർ ചെയ്ത് പേരെടുക്കും. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം മാനേജ്മെൻറ്റിൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് എഫിഷ്യൻസി ഇല്ല, റെസ്പോൺസിബിലിറ്റി ഇല്ല. കാരണം നിങ്ങളെല്ലാം പൊട്ടത്തറ ചെയ്യണത്. അത് നിങ്ങൾക്ക് അറിവ് ഇല്ലാത്തതുകൊണ്ടല്ല, നിങ്ങൾക്ക് എല്ലാം അറിയാം. മനസ്സിലായോ? പക്ഷേ ഇവർ പറയുന്നത് കൊണ്ടാണ്, ഇവരെ റെസ്പെക്റ്റ് ഉള്ളതുകൊണ്ടാണ് ഇവർ പറയുന്നത് കേൾക്കുന്നത്. അപ്പോൾ ജൂലൈയിൽ നിങ്ങൾ ഇത് വട്ടം ഉടക്കും. മനസ്സിലായോ? എന്നിട്ട് നിങ്ങളുടെ എഫിഷ്യൻസിയും ഇതും മാനേജ്മെൻറ്റ് പ്രൂവ് ചെയ്ത് കൊടുക്കും. എഫിഷ്യൻസി, പ്രൊഡക്ടിവിറ്റി, റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെന്ന് നിങ്ങൾ കാണിച്ചു കൊടുക്കും. അതാണ് വേണ്ടത്. അപ്പോൾ ജൂലൈ ആകുമ്പോഴേക്കും, ജൂലൈ 2024 അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ഇവരുടെ കൺട്രോളിൽ നിന്ന് മാറുമെന്നാണ് പറയുന്നത്. അതാണ് ഇവിടെ ഓറക്കിൾ മെസ്സേജ് വന്നത്. ഒരു കമ്മ്യൂണിക്കേഷൻ അവരുടെ അടുത്ത് നിന്ന് വരും നിങ്ങൾക്ക്. അപ്പോൾ അത് പണിയാവും നിങ്ങൾ അതിനോട് ആക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അതാണ് ഈ ലവ് ഓഫർ കാണിക്കുന്നത്. ഈ കമ്മ്യൂണിക്കേഷൻ ലവ് ഓഫർ ആണ് പറ്റുന്നത്, അത് നിങ്ങൾ റിജക്റ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ അവസാനം റെഡ് സെലക്ട് ചെയ്തൊരു റീഡിങ്. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, അക്വേറിയസ്, ലിബ്ര, ജെമിനി. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ, ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ, ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ. Aries, Leo, Sagittarius, Leo, Aries, Leo, Sagittarius, Capricorn, Aquarius, Libra, Gemini, Aquarius, Libra, Gemini, Aries, Leo, Sagittarius, Capricorn, Aquarius, Libra, Gemini. ഇത്രയുമാണ് സോഡിയാക് സൈൻസ് ഇവിടെ കണ്ടത്. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ റീഡിങ് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഇനി ഒരു പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും വരാം. അപ്പോൾ എല്ലാവർക്കും സന്തോഷവും സമാധാനവും ദൈവം നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ ബൈ.